മക്കളെ, അപ്പോൾ നമ്മുടെ എക്സാം ഒക്കെ അടുത്ത് വന്നു. നമ്മൾ എന്ത് ചെയ്തു? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ ചാപ്റ്റേഴ്സും എത്ര വെയിറ്റേജ് ഉണ്ടെന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ചാപ്റ്റേഴ്സിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം. നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നതും അതനുസരിച്ചായിരിക്കണം ഓരോ ചാപ്റ്ററിന് വേണ്ടി. അപ്പം ബിസിനസ് സ്റ്റഡീസിനെ സംബന്ധിച്ചിടത്തോളം +2 നമുക്ക് ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ്, ടേം 1 പഠിച്ച ആദ്യത്തെ 5 ചാപ്റ്റേഴ്സ് നോക്കാം. ഫസ്റ്റ് നേച്ചർ ആൻഡ് പർപ്പസ് ഓഫ് മാനേജ്മെന്റ്. ആ ചാപ്റ്ററിൽ നമുക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതായത് 6 മാർക്കാണ് ചാപ്റ്ററിന്റെ വെയിറ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റ്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെന്റിന് 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ തേർഡ് ചാപ്റ്റർ ബിസിനസ് എൻവയോൺമെന്റ്, അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഏകദേശം ഒരു 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഒക്കെ ആ ചാപ്റ്ററിന് ചോദിക്കുള്ളൂ. പിന്നെ വരുന്ന ചാപ്റ്റർ പ്ലാനിംഗ് ആണ്. പ്ലാനിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഒരു ആവറേജ് ലെവലിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. അതിൽ നമുക്ക് ഒരു 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരും. നെക്സ്റ്റ് ചാപ്റ്റർ ഓർഗനൈസിംഗ്. ഓർഗനൈസിംഗിൽ കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആ ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് ടേം 2 ചാപ്റ്റേഴ്സ് നോക്കാം. ആദ്യം തന്നെ വരുന്നത് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നമുക്ക് കുറച്ചധികം പഠിക്കാനുണ്ട്. കുറച്ച് വലിയ ചാപ്റ്ററാണ്, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. തൊട്ടടുത്തുള്ള ഡയറക്റ്റിംഗ്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ചാപ്റ്ററിൽ ഒന്ന് തന്നെയാണ് ഡയറക്റ്റിംഗ്. 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരെ ആ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. പക്ഷെ അടുത്ത ചാപ്റ്റർ കൺട്രോളിംഗ്, ചെറിയ ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ ഒരു 4 മാർക്ക് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ വരുന്ന ചാപ്റ്ററാണ് FM അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ്. ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. 11 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഫിനാൻഷ്യൽ മാനേജ്മെന്റിനും ചോദിക്കാറുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ സെക്കൻഡ് ടൈമിലെ ചാപ്റ്റേഴ്സ് ഇന്ന് ചാപ്റ്ററിന്റെ വെയിറ്റേജ് വരുന്നത്. അപ്പം ഏകദേശം ഈ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ടൈമിൽ സ്റ്റാഫിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, ഡയറക്റ്റിംഗ് ഇമ്പോർട്ടൻ്റ്. ക്രിസ്മസ് എക്സാം കഴിഞ്ഞ ടേം 3 അല്ലെ? ടേം 3 നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആണ് പഠിച്ചത്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഒരു ചെറിയ ചാപ്റ്ററാണ്, 4 മാർക്ക്. മാർക്കറ്റിംഗ് മാനേജ്മെന്റ് നമ്മുടെ ബിസിനസ് സ്റ്റഡീസിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്ററാണ്. 12 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പം ഏകദേശം ചാപ്റ്ററിന്റെ എല്ലാം വെയിറ്റേജ് നമ്മൾ പറഞ്ഞു. അപ്പം ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആദ്യം തന്നെ എന്ത് ചെയ്യുക? ഏറ്റവും വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. അതിൽ നിന്നായിരിക്കണം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നത്. അതിൽ നിന്ന് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി പഠിക്കുന്ന സമയത്ത് വെയിറ്റേജ് കൂടിയ ചാപ്റ്റേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക, കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക, അത് നന്നായി പഠിക്കുക. ബാക്കി ചാപ്റ്റേഴ്സ് മാറ്റി നിർത്തണമെന്നല്ല, അതിനുശേഷം ബാക്കി ചാപ്റ്റേഴ്സ് പഠിക്കുക. അപ്പം ഈ രീതിയിൽ പഠിക്കുക. ഈ പരീക്ഷയ്ക്ക് നമുക്ക് ഫുൾ മാർക്ക് സെറ്റ് ആക്കാം.